അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പലരോടും ദേഷ്യപ്പെടാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. സ്വന്തം ഭാര്യയോട്, മക്കളോട് ഒക്കെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. എന്തിനാണ് നമ്മൾ ദേഷ്യപ്പെടുന്നത്? നമ്മൾ നമ്മുടെ ഭാര്യയോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ അവരെ ദേഷ്യം പിടിപ്പിക്കാനല്ലേ നമ്മൾ ദേഷ്യപ്പെടുന്നത്? അവർക്ക് വിഷമമുണ്ടാവാനല്ലേ നമ്മൾ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ നമ്മുടെ ഭാര്യയോട് നമ്മൾ വഴക്ക് പറയുമ്പോൾ, അവരോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ, ശരിക്കും നമ്മൾ അറിയാതെയെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർ ദേഷ്യപ്പെടണം, അവർക്ക് പ്രയാസം ഉണ്ടാകണം, അവർ മനസ്സിൽ ദേഷ്യം വരണം എന്ന രൂപത്തിലാണ് നമ്മൾ നമ്മുടെ ഭാര്യയോട് നമ്മൾ വഴക്കിടുന്നത്, അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുന്നത്. ഇതുപോലെയല്ലേ നമ്മളോട് വേറൊരാൾ നമ്മെ വഴക്ക് പറയുമ്പോൾ, നമ്മൾ തൊഴിലെടുക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥതയിലിരിക്കുന്ന തസ്തികതയിലുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ തൊഴിലെടുക്കുന്ന ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിയുടെ മുതലാളിയോ അല്ലെങ്കിൽ മാനേജറോ ഒക്കെ നമ്മളോട് വഴക്ക് പറയുന്നത് എന്തിനാണ്? ഇതേ ഉദ്ദേശം തന്നെയല്ലേ. നമ്മൾ ദേഷ്യപ്പെടണം, നമുക്ക് വിഷമമുണ്ടാവണം, നമുക്ക് പ്രയാസം ഉണ്ടാവണം, ഇതാണ് ലക്ഷ്യം. അപ്പം മറ്റൊരാളെ ദേഷ്യപ്പെടുത്തുക എന്നതാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതിൻ്റെ ഉദ്ദേശമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൽ നിന്നും, ഈ ചിന്തയിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളോട് ഒരാൾ ദേഷ്യപ്പെട്ടാൽ നമ്മൾ വേഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മെ വഴക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് വേണം? ദേഷ്യപ്പെടാൻ പാടില്ല. നമ്മളെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ വിഷമം കാണാൻ ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹം നമ്മളോട് തട്ടിക്കയറുന്നത്, വഴക്ക് പറയുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് ഒന്നും പറ്റില്ല, നമുക്ക് വിഷമം ഉണ്ടാവില്ല. കാരണം നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കി, അദ്ദേഹം എന്താണോ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്കെന്ത് ചെയ്യില്ല, വിഷമോ പ്രയാസമോ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നാറില്ല. അങ്ങനെ മനസ്സിനെ ആക്കിയെടുത്താൽ തോന്നാറില്ല. നിങ്ങളൊന്ന് പരിശ്രമിച്ചോ, ഒന്ന് ശ്രദ്ധിച്ചോ. ഇനി ഭർത്താവ് ഭാര്യയെ വഴക്ക് പറയുമ്പോൾ, സ്ത്രീകളായ നിങ്ങൾ, ഇത് കേൾക്കുന്ന, വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയത്, എൻ്റെ ഭർത്താവ് എന്നെ വഴക്ക് പറയുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാനാണ്. ഞാനതുകൊണ്ട് അതിന് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല, ഞാൻ ദേഷ്യം പിടിക്കുന്നില്ല. എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കണം, അങ്ങനെ നിങ്ങൾ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നോക്കണ്ട എന്നൊരു മനസ്സ് നിങ്ങൾ വെച്ചാൽ, അങ്ങനൊരു മനോഭാവം നിങ്ങൾ ഉണ്ടാക്കിയാലും, എന്നെ നിങ്ങളിപ്പോൾ അങ്ങനെ വഴക്ക് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ദേഷ്യം പിടിപ്പിക്കണ്ട, ഞാൻ അങ്ങനെ ദേഷ്യപ്പെടില്ല, എനിക്കങ്ങനെ ദേഷ്യം ഉണ്ടാവില്ല എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, അയാൾ നീ എത്ര പറഞ്ഞാലും, നിങ്ങളെ ഭർത്താവ് നിങ്ങൾ എത്ര വഴക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് ദേഷ്യം വരും? ദേഷ്യം വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ ദേഷ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട്, ഭാര്യ ദേഷ്യപ്പെടണം, വിഷമിക്കണം, പ്രയാസപ്പെടണം എന്ന് വിചാരിച്ച് ദേഷ്യം പറഞ്ഞ ആളെന്താവും? കുറേ നേരം ദേഷ്യപ്പെട്ടു, എന്നിട്ട് യാതൊരു പ്രതികരണവും ഇല്ല. ആർക്ക്? ഈ ഭാര്യയ്ക്ക് തിരിച്ചൊരു പ്രതികരണമില്ല, തിരിച്ചൊന്നും പറയണില്ല. അങ്ങനെ പറയുമ്പോൾ ഈ പറഞ്ഞ വഴക്ക് പറഞ്ഞ ആളെന്താവും? ഈ ബലൂണിൽ കാറ്റ് പോയാലാവും. ബലൂണിൽ കാറ്റ് പോയതുപോലെ ആകെ ആള് ഒന്നും അല്ലാതായി മാറും. അയാൾ ദേഷ്യവും കുറയും. ഇത് മാത്രമല്ല, ഇപ്പം മനഃപൂർവ്വം പ്ലാൻ ചെയ്തിട്ട് ഇപ്പം ഭാര്യനെ ദേഷ്യപ്പെടുത്തണം എന്നുള്ള പ്ലാൻ ചെയ്തിട്ടല്ല ശരിക്കും ഈ പറയുന്നത്. ശരിക്കും ഇതുകൊണ്ട് ഉള്ള ലക്ഷ്യം, അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഇപ്പം ഭർത്താവ് ഭാര്യയെ പറയുമ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വരലാണ്, അല്ലെങ്കിൽ പ്രയാസം വരലാണ്. അതനുസരിച്ച് അവർ മറുപടി പറയും. അത് വലിയ വഴക്കുകളിലേക്കും വലിയ പ്രശ്നങ്ങളിലേക്കും മാറിപ്പോകുന്നു. അപ്പോൾ ഈ ഒരു ലക്ഷ്യം നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാകാതെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദേഷ്യം പെട്ടെന്ന് കുറയും. ദേഷ്യപ്പെട്ട ഒരാളാണെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട ഒരാളാണെങ്കിൽ, നമ്മൾ മിണ്ടാതിരുന്നാൽ, അതിനൊന്നും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ദേഷ്യം ഒന്നോ രണ്ടോ വാക്കിൽ തീരും. പിന്നെ ദേഷ്യം വരില്ല. ആ ദേഷ്യം ഒന്നോ രണ്ടോ വാക്ക് പറഞ്ഞിട്ട് അങ്ങ് നിർത്തും. അതേസമയം നമ്മൾ വീണ്ടും അതിന് പ്രതികരിച്ചുകൊണ്ട് മറുപടി പറയുമ്പോഴാണ് ദേഷ്യം അയാൾക്ക് കൂടുകയും, അയാൾ വീണ്ടും വീണ്ടും പറയുകയും, വീണ്ടും വീണ്ടും നമുക്കും ദേഷ്യം കൂടുകയും, വീണ്ടും നമ്മളും അതിനനുസരിച്ച് തിരിച്ചു പറയുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട്
ഈ ഒരു ടെക്നിക്ക് എല്ലാവരും ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ, ഭർത്താവ് ഭാര്യ പറയുമ്പോൾ മാത്രമൊന്നല്ല, ആര് നമ്മളോട് തട്ടിക്കയറാൻ വന്നാലും, വഴക്ക് പറയാൻ വന്നാലും, ദേഷ്യപ്പെടാൻ വന്നാലും, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, നമ്മളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം നമ്മളെ വഴക്ക് പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പ്രയാസപ്പെടേണ്ട ആളല്ല, അയാൾ എന്നെ വഴക്ക് പറയുമ്പോഴത്തേക്കും പ്രയാസപ്പെടേണ്ട ഒരാളല്ല ഞാൻ എന്ന് മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചാൽ, തീരുമാനിച്ചാൽ, ആരെന്ത് പറഞ്ഞാലും നമുക്കൊന്നും നമ്മുടെ മനസ്സിൽ തട്ടില്ല. ചേമ്പിൻ്റെ ഇലയില്ലേ, ചേമ്പിൻ്റെ ഇലയിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ, മഴവെള്ളം എന്നല്ല ഏത് വെള്ളം വീണാലും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കില്ല, അതിങ്ങനെ ഒഴുകിയങ്ങ് പോകും, വീണ്ടും അത് ഉണങ്ങിയ പോലെ തന്നെ ഉണ്ടാവും, വെള്ളം ഉള്ളിലേക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞ പോലെ നമ്മെ ആരെങ്കിലും ഹെർട്ട് ചെയ്യാൻ വേണ്ടി, നമ്മെ പ്രയാസപ്പെടുത്താൻ വേണ്ടി, നമ്മളെ ദേഷ്യപ്പെടുപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും നമ്മെ വഴക്ക് പറഞ്ഞാൽ നമ്മളത് തീരെ മൈൻഡാക്കരുത്. അത് നമ്മൾ കേട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളെ മനസ്സിലേക്ക് അതിനെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിന് യാതൊരു ടെൻഷനും പ്രയാസവും ഉണ്ടാവില്ല, നമുക്കൊരു ദേഷ്യവും വരില്ല. ഇതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളോട് ദേഷ്യപ്പെടാൻ പോകുന്ന സമയത്ത് നമുക്ക് ചിന്ത വേണം. നമ്മൾ മറ്റൊരാളെ ദേഷ്യപ്പെടുപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വഴക്ക് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ വഴക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന് മനസ്സിന് ഹെർട്ടാവും, അദ്ദേഹത്തിന് അത് വിഷമാവും, പ്രയാസമാവും. അതുകൊണ്ട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ട് ഏത് കാര്യവും നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാവുന്ന കാര്യമില്ല. ഏത് തെറ്റാണെങ്കിലും നമുക്ക് ചിലപ്പോൾ മനസ്സിന് വിഷമുണ്ടായൊരു കാര്യമാണ് അദ്ദേഹം പ്രവർത്തിച്ചതെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ രണ്ടാൾക്കും പ്രശ്നമല്ല. നമുക്കും വലിയ ഈ ദേഷ്യം വരുമ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലർക്ക് ഹൈ പ്രഷർ കൂടും. ഈ സ്വന്തം ശരീരത്തിന് തന്നെയാണ് അത് കേട്. നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമ്മുടെ മനസ്സിന്, നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യത്തിന് ഒക്കെ അത് ബാധിക്കും. അപ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ ദേഷ്യപ്പെടുക എന്നുള്ളത് നല്ലൊരു സ്വഭാവമല്ല. ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ നല്ല ദേഷ്യക്കാരനാണ്, നല്ലോണം ദേഷ്യം പിടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊക്കെ മാറി ഇപ്പം അങ്ങനെ വലിയ ദേഷ്യമൊന്നും പിടിക്കാത്ത ആളായി മാറി. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് പരീക്ഷിച്ച് നോക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ, എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ച കാര്യങ്ങളാണ്. അത് നിങ്ങളോട് പറയുകയാണ്. നിങ്ങളും അങ്ങനൊന്ന് ചെയ്തു നോക്കൂ, എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ, എന്താണ് സംഭവിക്കുന്നതെന്ന്. നിങ്ങളുടെ ദേഷ്യം മാറുന്നുണ്ടോ? നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങളെ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസപ്പെടാതിരിക്കാൻ പറ്റുന്നുണ്ടോ? മറ്റൊരാൾ നിങ്ങളെ എന്തെങ്കിലും അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ദേഷ്യപ്പെടാതിരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഇങ്ങനെ ഒന്ന് ഈ ഒരു നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ചിന്താഗതിയെ മാറ്റിയാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടും നമ്മുടെ ഈ സ്വഭാവത്തെ, ദേഷ്യമുള്ള ആൾക്ക് ആ ദേഷ്യത്തിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ സാധിക്കും. ദേഷ്യം നല്ല ഒരു സ്വഭാവമല്ല, അത് പിശാചിൻ്റെ സ്വഭാവമാണെന്നാണ് പറയുന്നത്. പിശാച് എന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ പിശാചുക്കളുടെ സ്വഭാവമാണ് ദേഷ്യം. അപ്പം ദേഷ്യം വിട്ടുകൊണ്ട് നമ്മൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ പോലും ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ഒരാൾ ഒരു തീരുമാനം എടുക്കരുതെന്ന്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം എടുക്കുമ്പോൾ അയാൾ കോപിഷ്ഠനാണെങ്കിൽ ആ കോപിഷ്ഠമായിരിക്കുന്ന സമയത്ത്, ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു തീരുമാനം നമ്മൾ എടുക്കരുത്. വളരെ സമാധാനത്തിൽ നല്ലൊരു മനസ്സ്, നല്ല ശാന്തമായിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മളൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പാടുള്ളൂ, തീരുമാനം പറയാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ മനസ്സിനെ ശാന്തമാക്കി എപ്പോഴും നിർത്താൻ ഈ ഒരു ചിന്താഗതി കൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും. നമ്മളെപ്പോഴും ഓപ്പോസിറ്റ് ചിന്തിക്കുക. ഓപ്പോസിറ്റ് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ വരെ നമുക്ക് നടത്താൻ സാധിക്കും. അത് ഞാൻ പിന്നൊരിക്കൽ ആ വിഷയം ഞാൻ സംസാരിക്കാം. കാരണം ഐസക് ന്യൂട്ടൻ ആപ്പിൾ മരത്തിൻ്റെ താഴ്ഭാഗത്തിരുന്നപ്പോൾ ആപ്പിള് താഴോട്ട് വീണു. ഐസക് ന്യൂട്ടൻ ഓപ്പോസിറ്റ് ചിന്തിച്ചു, അല്ലേ? എന്താണ് ഈ ആപ്പിൾ താഴോട്ട് വന്നത്, മുകളിലേക്ക് പോകാതെ താഴോട്ട് വന്നത് എന്തുകൊണ്ട്? സാധാരണ ഓപ്പോസിറ്റ് ചിന്തിച്ച എല്ലാവരും നമ്മളെപ്പോലുള്ള ആളുകൾ എന്ത് വിചാരിക്കും? ആപ്പിൾ ഇപ്പോൾ താഴോട്ടല്ലേ വീഴാറ്, പിന്നെ എന്തിപ്പോൾ ആഘോഷമായിട്ട് പോകും, ആപ്പിൾ എന്തായാലും ഇപ്പോൾ മുകളിൽ നിന്ന് താഴോട്ടല്ലേ വീഴുള്ളൂ എന്ന് ചിന്തിക്കും. പക്ഷേ എന്തുകൊണ്ടാണ് താഴേക്ക് തന്നെ വരുന്നത്, മുകളിലേക്ക് എന്തുകൊണ്ട് പൊക്കൂടാ എന്ന് ഓപ്പോസിറ്റ് ചിന്തിക്കുന്നിടത്താണ്
വലിയ അറിവുകളുണ്ടാകുക. അപ്പോൾ അത് ഞാൻ പിന്നൊരു വീഡിയോ ആയിട്ട്, ഇതിൻ്റെ അടുത്തൊരു വീഡിയോ അത് ഞാൻ ചെയ്യാം. വീഡിയോയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് സംവദിക്കാം. അതുകൊണ്ട് എന്താ വേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കും. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന ക്ഷമയുള്ള ആളായി, ദേഷ്യപ്പെടാത്ത ക്ഷമയുള്ള ആളായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അതുമൂലം നല്ല കുടുംബ ബന്ധങ്ങളും നല്ല സുഹൃത്തുക്കളെയും നല്ല ബന്ധങ്ങളെയും ലഭിക്കുവാൻ എല്ലാവർക്കും ഇതുമൂലം സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.